Hi students, how are you? I am fine. Hope you are doing well. അപ്പോൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മളുടെ എക്കോയിങ് ഗ്രീൻ എന്നുള്ള പോയാണ് കംപ്ലീറ്റ് ചെയ്തത്. പോയ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മളതിൽ 3 പോയറ്റിക് ഡിവൈസസ് പുതുതായിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഒന്ന് റൈമിംഗ് വേർഡ്സ്, ഒന്ന് അലിറ്ററേഷൻ ആൻഡ് ദെൻ വിഷ്വൽ ഇമേജ്. അപ്പോൾ അത് കൃത്യമായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മളിന്ന് കടക്കാൻ പോകുന്നത് എ സ്നേക്ക് ഇൻ ദ ഗ്രാസ് എന്നുള്ള എന്നുള്ള പുതിയ ഒരു കഥയിലോട്ടാണ്. എഴുതിയിരിക്കുന്നത് നമ്മളുടെ R.K. നാരായണനാണ്. R.K. നാരായണൻ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന ഒരു പുസ്തകമുണ്ട്, നിങ്ങൾ കേട്ടിട്ടുണ്ടോ? മാൽഗുഡി ഡേയ്സ് എഴുതിയ R.K. നാരായണൻ്റെ കഥയാണ് ദ സ്നേക്ക് ഇൻ ദ ഗ്രാസ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ദ സ്നേക്ക് ഇൻ ദ ഗ്രാസ് R.K. നാരായൺ. അപ്പോൾ നമ്മൾ ആദ്യം R.K. നാരായണനെ കുറിച്ചൊന്ന് പറയാം, എന്നിട്ട് നമുക്ക് ക്ലാസ്സിലോട്ട് കടക്കാം. R.K. Narayan. R.K. Narayan is a well-known Indian writer in English. He wrote several novels and short stories that won him many awards. They deal with the peculiarities of human relationships and the relatives of Indian life. Most of his novels are set in the imaginary South Indian town of Malgudi. എ സ്നേക്ക് ഇൻ ദ ഗ്രാസ് എന്ന കഥയിലോട്ട് കടക്കുന്നതിന് മുമ്പ് നമുക്കത് ലെറ്റ്സ് റീഡ് എന്ന് പറഞ്ഞിട്ടൊരു പാരഗ്രാഫ് കൊടുത്തിട്ടുണ്ട്, അത് നോക്കാം. നാച്ചർ അബൗണ്ട്സ് വിത്ത് പ്ലാന്റ്സ്, ട്രീസ്, ബേർഡ്സ്, ഇൻസെക്ട്സ്, ആനിമൽസ് എക്സെട്ര. അല്ലേ, നമ്മളുടെ നേച്ചർ എന്ന് പറഞ്ഞെങ്കിൽ മരങ്ങളും പക്ഷികളും ജന്തുക്കളും ആനിമൽസും സസ്യങ്ങളൊക്കെ കൂടിച്ചേർന്നതാണ്. അത് ആനിമൽസ് ആൻഡ് ബേർഡ്സ് ഓൾസോ ദ ഇൻഹെറിറ്റൻസ് ഓഫ് ദി എർത്ത് ലൈക്ക് അസ്. നമ്മളെപ്പോലെ തന്നെ ഈ ഭൂമിയിലെ അവകാശികൾ തന്നെയാണ് അല്ലേ ഈ ആനിമൽസും ബേർഡ്സും ഒക്കെ. Don't they have the right to live on this earth as we have? നമ്മളെപ്പോലെയുള്ള അവകാശം അവർക്കില്ലേ? If you find a snake in your garden or premises, what will you do? ഇപ്പോൾ നമ്മളുടെ നാട്ടിൽ ഇപ്പോൾ എല്ലാവർക്കും അവകാശം ഉണ്ടെന്നൊക്കെ പറഞ്ഞു. നമ്മളുടെ വീടിന് മുന്നിൽ ഒരു പാമ്പ് വന്നിട്ട് നമ്മൾ എന്താ ചെയ്യുക? Here is an interesting story. Read on. ഇവിടെ ഒരു പാമ്പിനെ കുറിച്ചുള്ള കഥയാണ്, നമുക്കൊന്ന് വായിക്കാം. A snake in the grass. It was a sunny afternoon. The inmates of the bungalow were at their siesta. A cyclist rang his bell at the gate frantically and shouted, "A big cobra has got into your compound. It crossed my wheel." He pointed to its track under the gate and resumed his journey. It was a sunny afternoon. അതെന്താണ് ഒരു സണ്ണി ആഫ്റ്റർനൂൺ? അതായത് നമ്മളുടെ കുറച്ച് സൂര്യപ്രകാശമൊക്കെ ഉള്ള ഒരു വൈകുന്നേരം. The inmates of the bungalow were at their siesta. Bungalow means ഒരു വലിയ വീട് എന്നുള്ളതാണ്. വീടിൻ്റെ ആളുകളൊക്കെ ഇൻമേറ്റ്സ് താമസക്കാരൊക്കെ siesta means ഉള്ളിലാണ്, വീടിൻ്റെ ഉള്ളിലാണ്. A cyclist rang his bell at the gate frantically and shouted. അപ്പോൾ ഒരു സൈക്കിളിൽ യാത്ര ചെയ്യുന്ന ഒരാൾ എന്താണ് അയാളുടെ ബെല്ല് ഫ്രാൻറ്റിക്കലി പറഞ്ഞെങ്കിൽ എന്താണ് നിർത്താതെ അടിക്കുക, ഭ്രാന്തമായി അടിക്കുക. ഫ്രാൻറ്റിക്കലി അടിച്ചിട്ട് പറയാണ്, ഷൗട്ട് ചെയ്യാണ്, ഉറക്കെ പറയാണ്, എ ബിഗ് കോബ്ര ഹാസ് ഗോട്ട് ഇൻ ടു യുവർ കോമ്പൗണ്ട്. ഒരു വലിയൊരു പാമ്പ് എന്ത് ചെയ്തിട്ടുണ്ട്, നിങ്ങളുടെ വീടിൻ്റെ കോമ്പൗണ്ടിലോട്ട് കടന്നിട്ടുണ്ട്. ഇറ്റ് ക്രോസ് മൈ വീൽ. അതെൻ്റെ വീലിൻ്റെ ഉള്ളിൽ കൂടിയാണ് പോയത്. ഹി പോയിന്റഡ് ടു ഇറ്റ്സ് ട്രാക്ക് അണ്ടർ ദി ഗേറ്റ് ആൻഡ് റെസ്യൂംഡ് ഹിസ് ജേർണി. അയാൾ എന്ത് ചെയ്തു, അവരുടെ വീടിൻ്റെ ഗേറ്റിൻ്റെ അവിടേക്ക് ചൂണ്ടിയിട്ട് അത് അങ്ങോട്ടാണ് പോയതെന്ന് പറഞ്ഞിട്ട് അയാളുടെ യാത്ര റെസ്യൂം ചെയ്തു. റെസ്യൂം മീൻസ് റീസ്റ്റാർട്ട് ചെയ്തു. The family consisted of the mother and her 4 sons. They were greatly agitated to hear the news. Soon they assembled at the gate. Their old servant Dasa was sleeping in the shed. They shook him out of his sleep and told him about the arrival of the cobra. "There isn't any cobra here," he replied, and tried to dismiss the matter. They swore at him and wanted him to be serious. "The thing is somewhere here. If it is not found before the evening, we will dismiss you. You don't seem to care for the garden." The family consisted of the mother and her 4 sons. ആ ഒരു വീട്ടിൽ 5 ആളാണ്, അമ്മയും 4 ആൺകുട്ടികളും. They were greatly agitated to hear the news. ഈ ഒരു ന്യൂസ് കേട്ടപ്പോൾ, പാമ്പ് വന്ന ന്യൂസ് കേട്ടപ്പോൾ അവരെന്ത് ചെയ്തു, ആകെ പേടിച്ചു. Soon they assembled at the gate. സൈക്ലിസ്റ്റ് കാണിച്ച ആ ഒരു ഗേറ്റിൻ്റെ അടുത്ത് അവർ 5 പേരും അസംബിൾ ചെയ്തു, എത്തി. Their old servant Dasa was sleeping in the shed. അവരുടെ സെർവൻ്റായ അല്ലെങ്കിൽ ജോലിക്കാരനായ ദാസ, കുറച്ച് വയസ്സായ ആളാണ്. അയാൾ എന്താണ്
ഷെഡിൽ, അയാളുടെ ഒരു ഷെഡിൽ കിടന്നുറങ്ങുകയാണ്. They shook him out of sleep and told him about the arrival of the cobra. അയാൾ എന്ത് ചെയ്തു, ആ ഉറക്കത്തിൽ നിന്നൊക്കെ തട്ടി എണീപ്പിച്ചിട്ട് ഈ പാമ്പിന്റെ കാര്യം പറഞ്ഞു. There isn't any cobra here. ഇവിടെ പാമ്പൊന്നുമില്ല. He replied. അവന്റെ മറുപടി ഇതായിരുന്നു, ഇവിടെ പാമ്പൊന്നുമില്ല. And tried to dismiss the matter. ആ ഒരു പാമ്പിന്റെ ആ പ്രശ്നം എന്ത് ചെയ്യാണ്, തള്ളിക്കളയാൻ വേണ്ടി പറഞ്ഞതാണ്. ഇവിടെ പാമ്പൊന്നുമില്ല എന്ന് പറഞ്ഞു. They swore at him and wanted him to be serious. അവർ ആ ഫാമിലി മെമ്പേഴ്സ് പറയാണ്, സത്യമായിട്ടും ഇവിടെ പാമ്പുണ്ട്, നീ കുറച്ചും കൂടി ഒന്ന് സീരിയസ് ആവണം എന്ന് പറഞ്ഞു. The thing is somewhere here. ഇവിടെ എവിടെയോ ആ സാധനം ഉണ്ട്. If it is not found before the evening, we will dismiss you. ഇന്ന് വൈകുന്നേരം ആവുമ്പോഴേക്കും നീ ആ പാമ്പിനെ കണ്ടുപിടിച്ച് തന്നില്ലെങ്കിൽ ഞങ്ങൾ നിന്നെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടും. You don't seem to care for the garden. നീ എന്ത് ചെയ്യാണ്, ഗാർഡന് നല്ല കെയർ കൊടുക്കാത്ത, നന്നായി നോക്കാത്തോണ്ടാണ് ഇവിടെ ഒരു പാമ്പ് വന്നത്. Some neighbors dropped in. They looked accusingly at Dasa. You have the laziest servant on earth, they said. You ought to keep the surroundings tidy. I have been asking for a grass cutter for months, Dasa said. In one voice, they ordered him to manage with the available things and learn not to make demand. Meanwhile, more neighbors assembled. They began discussing snake menace and the dangers of the snake bite. They began helping the neighbor in every possible way. They tucked their dhotis, seized every available knife and crowbar, and began to hack the garden. Creepers, bushes, and lawns were laid low. What could not be trimmed was cut to the root. The inner wall of the house brightened with unobstructed glare streaking in. When there was nothing more to be done, Dasa asked triumphantly, "Where is the snake?" Some neighbors dropped in. കുറച്ച് കഴിഞ്ഞപ്പോൾ കുറച്ച് അയൽവാസികൾ കൂട്ടം കൂടി വന്നു. They looked accusingly at Dasa. ഒരു ദാസ എന്തോ കുറ്റം ചെയ്ത മാതിരി ദാസയെ നോക്കുകയാണ്. You have the laziest servant on the earth, they said. അവർ പറയാണ്, ഈ ലോകത്തിലെ ഏറ്റവും മടിയനായ ഒരു വേലക്കാരൻ എന്ന് പറഞ്ഞ ജോലിക്കാരൻ നീയാണ്. You ought to keep the surroundings tidy. ഈ ഒരു ചുറ്റുപാടൊക്കെ കൃത്യമായി നോക്കേണ്ടതിൽ, വൃത്തിയായി നോക്കേണ്ടത് നീ ആയിരുന്നു, അത് നിന്റെ ചുമതലയായിരുന്നു. I have been asking for a grass cutter for months, Dasa said. അപ്പോൾ ദാസ പറയാണ്, ഞാൻ ഒരുപാട് മാസങ്ങളായി ഒരു ഗ്രാസ് കട്ടർ അല്ലെങ്കിൽ ഗ്രാസ് കട്ട് ചെയ്യുന്ന മെഷീനാണ്, അതൊന്ന് മേടിച്ചു തരണം എന്ന് പറഞ്ഞു തുടങ്ങിയിട്ട് ഒരുപാട് മാസമായി. In one voice, they ordered him to manage with the available things and learn not to make demand. അപ്പോൾ അവിടെ വന്ന ആ നൈബേഴ്സ് മൊത്തം ഒരൊറ്റ സ്വരത്തിൽ പറയാണ്, നീ ഇപ്പോൾ ഡിമാൻഡ് വെക്കല്ല, നീയിപ്പോൾ അത് ചെയ്തില്ല ഇത് ചെയ്തില്ല എന്ന് പറയല്ല, ഇവിടെയുള്ള സാധനം വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പാമ്പിനെ തരയാം. Meanwhile, more neighbors assembled. വൈകാതെ തന്നെ കുറച്ചുകൂടി നൈബേഴ്സ് വന്നു. They began discussing snake menace and the dangers of the snake bite. അപ്പോൾ അവർ വന്നിട്ട് പാമ്പിനെ നോക്കുന്നില്ല, അവർ വന്നിട്ട് ഈ പാമ്പ് കൊണ്ടുണ്ടാകുന്ന ഭീഷണി എന്നൊക്കെയാണ് മിനൈസ് എന്ന് പറയുന്നത്. പാമ്പ് മൂലം ഉണ്ടാകുന്ന ഭീഷണിയും അതുപോലെ തന്നെ പാമ്പിൻ്റെ കടിയേറ്റാലുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, ഡേഞ്ചേഴ്സ് ഒക്കെയാണ് അവർ ഡിസ്കസ് ചെയ്യുന്നത്. They began helping the neighbor in every possible way. അതൊക്കെ പറഞ്ഞതിന് ശേഷം എന്ത് ചെയ്തു, അവരുടെ ആ നൈബറിനെ അല്ലെങ്കിൽ ആ ഒരു ഫാമിലിയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്തു, അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ചെയ്യുന്നു. They tucked their dhotis, മുണ്ടൊക്കെ മടക്കി കുത്തി. Seized every available knife and crowbars. അവർക്ക് കിട്ടുന്ന കയ്യിൽ കിട്ടിയ കത്തിയും അതുപോലെ തന്നെ പുല്ലുവെട്ടാൻ ഉപയോഗിക്കുന്ന എല്ലാ സാധനങ്ങളും. And began to hack the garden. എന്നിട്ട് എന്ത് ചെയ്യാണ്, ആ ഗാർഡൻ മൊത്തം എന്ത് ചെയ്തു, ഹാക്ക് ചെയ്തു, വെട്ടിത്തെളിച്ചു. Creepers, bushes, lawns were laid low. എന്താണ്, കുട്ടിച്ചെടികളും വള്ളിച്ചെടികളും പുൽത്തടികളും ഒക്കെ എന്ത് ചെയ്തു, അവർ വെട്ടി താഴ്ത്തു. What could not be trimmed was cut to the root. ഇനി എന്തിൻ്റെയൊക്കെയാണോ എന്താണ് ഇപ്പോൾ ചിലതൊക്കെ നമ്മൾ കൃത്യമായി വെട്ടി, ഗാർഡൻ ആകുമ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഒരു രീതിയിൽ വെട്ടി കൊണ്ടുവരുന്നതാണ്. ഇപ്പോൾ ബുഷൊക്കെ ആണെങ്കിൽ നമ്മൾ മൊത്തമായിട്ടൊന്നും വിട്ടില്ല, ബുഷ് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് ഭാഗം ട്രിം ചെയ്യുക ചെയ്യാം. ഇവർ എന്തൊക്കെയാണോ ട്രിം ചെയ്യേണ്ടത് അതിൻ്റെയൊക്കെ റൂട്ടടക്കം എന്ത് ചെയ്തു, അതിൻ്റെ വേരോടടക്കം പറിച്ചെടുത്തു. ഇനി പാമ്പിനെ നോക്കിയതാണ്, അവരെന്ത് ചെയ്തു, ചിലതൊന്നും വെട്ടാൻ പറ്റാത്ത മരങ്ങളായിരുന്നു, ആ വെട്ടാൻ പറ്റാത്ത മരങ്ങൾ പോലും അവർ റൂട്ടോടെ അല്ലെങ്കിൽ വേരോടെ പിഴുതെടുത്തു.
ദ ഇന്നർ വാൾ ഓഫ് ദി ഹൗസ് ബ്രൈറ്റൻഡ്. ഇപ്പം നമ്മളെ നാട്ടിൽ ഈ മരമൊക്കെ വെട്ടിയിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേക വെളിച്ചമുണ്ട്. അതുപോലെ ഇവരുടെ വീട്ടിൽ എന്ത് ചെയ്തു? ബ്രൈറ്റൻ, വെളിച്ചം വന്നു. വിത്ത് അൺഒബ്സ്ട്രക്റ്റഡ് ഗ്ലെയർ സ്ട്രീക്കിംഗ് ഇൻ. അതുവരെ ഇല്ലാത്ത ഒരു സൂര്യപ്രകാശം അല്ലെങ്കിൽ സൂര്യൻ്റെ രശ്മി അവരുടെ നേരെ വന്നു. അതായത് നമ്മൾ വീടിൻ്റെ ചുറ്റുഭാഗമൊക്കെ വൃത്തിയാക്കിയിട്ടുണ്ടെങ്കിൽ പ്രത്യേക ഒരു വെളിച്ചമുണ്ട്. അതുപോലെ അവരുടെ വീട്ടിലേക്ക് എന്ത് വന്നു? ഇനിയിപ്പോൾ അവിടെ വെട്ടിത്തെളിക്കാനൊന്നുമില്ല, എല്ലാതും വെട്ടിത്തെളിച്ചു. നേരെ ആ ഒരു സൂര്യരശ്മി അവരുടെ വീട്ടിലെത്തി. വെൻ ദർ വാസ് നത്തിങ് മോർ ടു ബി ഡൺ. ഇനി അവിടെ ഒന്നും വെട്ടാനില്ല. ആ ഒരു സ്ഥിതി ആയപ്പോൾ ദാസ ആസ്ക്ഡ് ട്രയംഫൻ്റ്ലി വേർ ഈസ് എ സ്നേക്ക്. അപ്പോൾ ദാസ ചോദിക്കുകയാണ്, അത്രയും എല്ലാതും വീടിൻ്റെ ചുറ്റുഭാഗം വെട്ടിത്തെളിച്ചു, ഇനി വെട്ടിത്തെളിച്ചിട്ടൊന്നും അവിടെ പാമ്പിനെ കണ്ടില്ല. അപ്പോൾ വല്ല വിജയശ്രീ ലാളിതനായി, ട്രയംഫൻ്റ്ലി ആണെങ്കിൽ വല്ല വിജയിച്ച പോലെ നമ്മളുടെ ദാസ ചോദിക്കുകയാണ്, വേർ ഈസ് എ സ്നേക്ക്. നിങ്ങളല്ലേ പറഞ്ഞു ഇവിടെ പാമ്പുണ്ടെന്ന്, ഇവിടുത്തെ പാമ്പ് എവിടെ? ബാക്കിയുള്ളവരോട് ചോദിക്കുന്നു. ഇനി അവർക്ക് പാമ്പിനെ കിട്ടിയോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. നമുക്ക് ഈ പറഞ്ഞ പാരഗ്രാഫിൽ നിന്ന് കുറച്ച് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നോക്കാം. ഫസ്റ്റ് വൺ, വെൻ വാസ് ദ സ്റ്റോറി ഹാപ്പൻഡ്? എപ്പോഴാണ് നമ്മളെ കഥ നടക്കുന്നത്? യെസ്, ഇറ്റ് വാസ് എ സണ്ണി ആഫ്റ്റർനൂൺ. സെക്കൻഡ് വൺ, ഹു ഇൻഫോം ദ ഇൻഫർമേഷൻ അബൌട്ട് ദി കോബ്ര? ആ കോബ്രയെ കുറിച്ചുള്ള ഇൻഫർമേഷൻ ആരാണ് കൊടുത്തത്? യെസ്, എ സൈക്ലിസ്റ്റ്. തേർഡ് വൺ, ഹു വാസ് കൺസിസ്റ്റഡ് ഇൻ ദി ഫാമിലി? ഫാമിലിയിൽ ആരൊക്കെയുണ്ട്? യെസ്, എ മദർ ആൻഡ് ഹെർ 4 sons. Fourth one, who was their servant? What was he doing when they heard about the news of cobra? അവരുടെ സെർവൻ്റ് ആരായിരുന്നു? ആ ഒരു കോബ്രയെ കുറിച്ചുള്ള വിവരം അറിയുമ്പോൾ സെർവൻ്റ് എന്തായിരുന്നു ചെയ്തിരുന്നത്? യെസ്, the servant was Dasa and he was sleeping in the shed. Fifth one, what was the reply of Dasa when they said about the cobra? കോബ്രയെ കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മളെ ദാസയുടെ റിപ്ലൈ എന്തായിരുന്നു? ദാസ റിപ്ലൈഡ് ദാറ്റ് there wasn't any cobra there. അവിടെ പാമ്പൊന്നുമില്ല എന്നുള്ളതായിരുന്നു. Sixth one, what did they say to Dasa for taking the cobra issue very serious? എന്താ നമ്മളെ ദാസ ആ ഒരു കോബ്രയുടെ ഇഷ്യൂ സീരിയസ് ആയി എടുക്കാൻ അവരെന്താ പറഞ്ഞത്? യെസ്, if it was not found before the evening they would dismiss him. വൈകുന്നേരം ആകുമ്പോഴേക്ക് നമ്മളെ പാമ്പിനെ പിടിച്ചു കൊടുത്തില്ലെങ്കിൽ ദാസയെ ഡിസ്മിസ് ചെയ്യുന്നുള്ള ഒരു കണ്ടീഷൻ പറയുന്നുണ്ട്. സെവൻത്ത് വൺ, വാട്ട് വാസ് എ നൈബേഴ്സ് ഒപ്പീനിയൻ അബൌട്ട് ദാസ? ദാസയെക്കുറിച്ചുള്ള നൈബേഴ്സിൻ്റെ ഒപ്പീനിയൻ എന്തായിരുന്നു? യെസ്, ദാസ വാസ് ദ ലേസിയസ്റ്റ് സെർവൻറ്റ് ഓൺ എർത്ത്. നെക്സ്റ്റ് വൺ, വെൻ ദ നൈബേഴ്സ് അസംബിൾഡ് വാട്ട് ദേ ബിഗാൻ ഡിസ്കസിങ്? നൈബേഴ്സൊക്കെ എത്തിയതിന് ശേഷം അവരെന്തിനെ കുറിച്ചാണ് സംസാരിച്ചിരുന്നത്? യെസ്, they began discussing snake menace and the dangers of snake bite. സ്നേക്കിൻ്റെ ഭീഷണിയെ കുറിച്ചിട്ടും അതുപോലെ സ്നേക്കിൻ്റെ കടി മൂലം ഉണ്ടാകുന്ന ഡേഞ്ചേഴ്സിനെ കുറിച്ചിട്ടും. Then the last one, why did Dasa ask triumphantly where the snake was? എന്തുകൊണ്ടാണ് ഒരു വിജയശ്രീ ലാളിതനായിട്ട് പാമ്പ് എവിടെ എന്നുള്ള ചോദ്യം നമ്മളുടെ ദാസ ചോദിക്കാനുള്ള കാരണം? യെസ്, ബിക്കോസ് they cleaned their garden. അവരവരുടെ ഗാർഡൻ ക്ലീൻ ചെയ്തു, ബട്ട് കുഡ് നോട്ട് ഫൈൻഡ് ദി സ്നേക്കിനെ കാണാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് ഇനി ദാസ് ഞാൻ പറഞ്ഞത് ശരിയാണ് എന്നുള്ള രീതിയിലാണ് ദാസ് അങ്ങനെ പറഞ്ഞത്. ഇനി ഞാൻ നിങ്ങൾക്കൊരു 3 ക്വസ്റ്റ്യൻ നിങ്ങളോട് കണ്ടെത്താൻ പറയുന്നുണ്ട്. ആ ഫസ്റ്റ് വൺ, ഐഡൻറ്റിഫൈ ദ റെഫറൻസ്, ദ ടൈം, ലോക്കലെ ഓർ സീൻ ആൻഡ് ദ ക്യാരക്ടർ ഇൻ ദ ഫസ്റ്റ് പാർട്ട് ഓഫ് ദി സ്റ്റോറി. ആ ഫസ്റ്റ് പാർട്ട് ഓഫ് ദി സ്റ്റോറിയിൽ നിന്ന് നമ്മളുടെ കഥ നടക്കുന്ന ടൈം എപ്പോഴാണ്, എവിടെ വെച്ചിട്ടാണ് നടക്കുന്നത്, അതുപോലെ തന്നെ ക്യാരക്ടേഴ്സ് ആരൊക്കെയാണ് അത് കണ്ടെത്തി ഒന്നാമത്തേൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ എഴുതുക. സെക്കൻഡ് വൺ, വൈ ഡിഡ് ദ സൈക്ലിസ്റ്റ് റിംഗ് ദ ബെൽ ആൻഡ് ഷൗട്ട്? എന്തുകൊണ്ടാണ് നമ്മളെ സൈക്ലിസ്റ്റ് ബെല്ലടിച്ചിട്ട് ഷൗട്ട് ചെയ്തത്, എന്ത് കാരണം കൊണ്ടാണ്? ആൻഡ് തേർഡ് വൺ, വാട്ട് ഡിഡ് ദ മെമ്പേഴ്സ് ഓഫ് ദി ഫാമിലി അക്യൂസ് ദ ഗാർഡനർ? എന്തുകൊണ്ടാണ് നമ്മളുടെ ഗാർഡനർ എന്ന് പറഞ്ഞെങ്കിൽ നമ്മളുടെ സെർവൻറ്റിനെ അക്യൂസ് ചെയ്യുക എന്ന് പറഞ്ഞെങ്കിൽ എന്താണ്, കുറ്റപ്പെടുത്തിയത്. ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. ടീച്ചർ തന്ന ആക്ടിവിറ്റി ക്വസ്റ്റ്യൻ ആൻസേഴ്സും ചെയ്യുക. നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം.